നമസ്കാരം. അധികാരം മനുഷ്യനെ എത്രത്തോളം അഹങ്കാരിയാക്കുമെന്നും ആ അധികാരം നഷ്ടപ്പെടുമ്പോൾ അവർ എത്രത്തോളം വിനയമുള്ളവരാകുമെന്നും മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ നോക്കിയാൽ മതി. 10 വർഷം കേരളം ഭരിച്ച സമയത്ത് മാധ്യമങ്ങളെ കണ്ടാൽ മാറി നിൽക്കങ്ങോട്ട് എന്ന് ആക്രോശിക്കുകയും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിക്കുകയും ചെയ്ത അതേ പിണറായി വിജയനാണിപ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ അതീവ സൗമ്യനായി സംസാരിക്കുന്നത്. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സിംഗുകണ്ഠം സ്വദേശിയായ രക്ഷൻ എന്ന കുട്ടിയെ സന്ദർശിക്കാൻ കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തിയത്. മുൻമന്ത്രി VN വാസവനെയും കൂട്ടിയായിരുന്നു സന്ദർശനം. കുട്ടിയെ കണ്ട് സംസാരിച്ചെന്നും ആരോഗ്യസ്ഥിതിയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും ഡോക്ടർമാരുമായി സംസാരിച്ചെന്നും പിണറായി വിജയൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. സർക്കാർ മാറിയത് ആന അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒന്നിനും മറുപടിയല്ല എന്ന് പറഞ്ഞ് പുതിയ സർക്കാരിനെതിരെ വിമർശനവും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ജനാധിപത്യത്തിന്റെ വലിയൊരു വിജയമായി തോന്നുമെങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയോ മെഡിക്കൽ കോളേജോ സാധാരണക്കാരനായ രോഗികളെ കാണാൻ വേണ്ടി മാത്രം സന്ദർശിച്ചതായി ഓർമ്മയുണ്ടോ? ഇല്ല. പിണറായി വിജയന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തന്നെ അദ്ദേഹം ചികിത്സ തേടിയിരുന്നത് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലായിരുന്നു. കോവിഡ് ബാധിച്ച സമയത്ത് പോലും കോവിഡ് പ്രോട്ടോകോളുകൾ കാറ്റിൽ പറത്തി സാധാരണക്കാർക്ക് മാതൃകയാകാതെ മാറിയ ആളാണ് ഇദ്ദേഹം. പിണറായി വിജയന്റെ ഭരണകാലത്ത്, പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ ആരോഗ്യ മേഖല ഏറ്റവും വലിയ തകർച്ച നേരിട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ ഹർഷീന എന്ന യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം അടക്കം മെഡിക്കൽ കോളേജുകളിൽ നിരവധി ഗുരുതര വീഴ്ചകളാണ് അന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. രോഗികൾക്ക് കൃത്യമായി മരുന്ന് കിട്ടാതെയും ചികിത്സ കിട്ടാതെയും പാവങ്ങൾ മരിച്ചു വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇരകളായ പാവപ്പെട്ട കുടുംബങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും ആശുപത്രികൾക്ക് മുന്നിലും നീതിക്കായി കണ്ണീരൊഴുക്കി സമരം ചെയ്തപ്പോൾ ഒരിക്കൽ പോലും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അവരെ ആശ്വസിപ്പിക്കാനോ ഈ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. അന്ന് സർക്കാർ ആശുപത്രികളുടെ പടി ചവിട്ടാൻ പോലും മടിച്ച ആളാണിപ്പോൾ കുട്ടിയെ കാണാൻ ഓടിയെത്തിയിരിക്കുന്നത്. ഇപ്പോൾ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന പിണറായി വിജയൻ സ്വന്തം ഭരണകാലത്ത് വന്യജീവി ആക്രമണം കാരണം ജനങ്ങൾ മരിച്ചു വീണപ്പോൾ എവിടെയായിരുന്നു? ഇടുക്കിയിലും വയനാട്ടിലും പാലക്കാട്ടുമെല്ലാം കാട്ടാനയുടെയും കടുവയുടെയും ആക്രമണത്തിൽ നിരവധി കർഷകരും പാവപ്പെട്ട തൊഴിലാളികളും കൊല്ലപ്പെട്ടു. അവരുടെ കുടുംബങ്ങൾ തെരുവിൽ പ്രതിഷേധിച്ചപ്പോൾ അന്ന് ഭരിച്ചിരുന്ന പിണറായി വിജയൻ എന്ത് നടപടിയാണ് എടുത്തത്? മലയോര ജനതയുടെ വിലാപം കേൾക്കാൻ അന്ന് മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അന്ന് ജനങ്ങൾ സുരക്ഷയ്ക്കായി അപേക്ഷിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാത്തവരാണ് ഇപ്പോൾ വന്യജീവി പ്രശ്നത്തിൽ ഫലപ്രദമായ നടപടി വേണമെന്ന് പുതിയ സർക്കാരിനെ ഉപദേശിക്കുന്നത്. ഇതിലും വലിയൊരു ഇരട്ടത്താപ്പ് വേറെയുണ്ടോ? 10 വർഷം ഭരിച്ചിട്ടും വന്യജീവി ആക്രമണങ്ങൾക്ക് യാതൊരുവിധ ശാശ്വത പരിഹാരവും കാണാൻ കഴിയാത്തവരാണിപ്പോൾ മുൻ സർക്കാർ തുടങ്ങിയ പദ്ധതികൾ തുടരണമെന്ന് പറയുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സ്വന്തം ഭരണകാലത്ത് യാതൊരുവിധ താല്പര്യവും കാണിക്കാത്ത പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസ്താവനകൾ വെറും രാഷ്ട്രീയ പ്രഹസനം മാത്രമാണ്. പിണറായി വിജയൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു അതീവ ജനാധിപത്യ സൗമ്യതയുടെ പിന്നിലെ യഥാർത്ഥ കാരണം മറ്റൊന്നുമല്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത തകർച്ചയ്ക്ക് ശേഷം പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും തനിക്ക് വലിയ പ്രാധാന്യമില്ലെന്നും സ്വന്തം ധാർഷ്ട്യം കാരണം പാർട്ടിക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ആശാവർക്കർമാരുടെ സമരം, വനിതാ CPO റാങ്ക് ലിസ്റ്റുകാരുടെ സമരം തുടങ്ങി സ്വന്തം ഭരണകാലത്ത് ഉദ്യോഗാർത്ഥികളും സാധാരണക്കാരും തെരുവിൽ കിടന്ന് സമരം ചെയ്തപ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം. അന്ന് നഷ്ടപ്പെട്ട ജനപിന്തുണയും സ്വന്തം ഇമേജും ഇനിയെങ്കിലും തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ കോളേജ് നാടകം. പക്ഷേ അധികാരം മാറിയ ശേഷമുള്ള ഇത്തരം പെട്ടെന്നുള്ള ഭാവമാറ്റങ്ങളും പ്രകടനങ്ങളും ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായത്തെക്കാൾ വലിയ പരിഹാസത്തിനാണ് വഴി തുറക്കുന്നത്. 10 വർഷം ജനങ്ങളെ ദ്രോഹിച്ചിട്ടിപ്പോൾ വലിപ്പച്ചെറുപ്പമില്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ചെറുചിരിയോടെ സംസാരിച്ചാൽ പിണറായി വിജയന്റെ 10 വർഷത്തെ കിരാതഭരണം കേരള ജനത മറക്കുമെന്ന് കരുതരുത്. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഈ കപട നാടകങ്ങൾ ഇനിയുള്ള കാലം കേരളത്തിൽ വലിയ വിലയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഭരണകാലത്ത് നിരവധി ആളുകൾ മരിച്ചപ്പോൾ മൗനം പാലിച്ചവർ ഇപ്പോൾ പുതിയ സർക്കാരിനെ ഉപദേശിക്കാൻ വരുന്നത് ശുദ്ധ ഇരട്ടത്താപ്പാണ്.